بسم الله الرحمن الرحيم. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وقدور الراسيات اعملوا آل داود شكرا وقليل من عبادي الشكور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1475 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 12-13 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിസുലൈമാന الريح غدوها شهر ورواحها شهر وأرسلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا نذقه من عذاب السعير يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وقدور راسيات اعملوا على داود شكرا وقليل من عبادي الشكور. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 12-13 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത് വിശദീകരിച്ച ആയത്തുകൾ മുതൽ സൂറത്ത് സബയില് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ ദാവൂദ് അലൈഹിസ്സലാമിനെയാണ് പരാമർശിക്കപ്പെടുകയുണ്ടായത്. ഇന്ന് നമ്മൾ വായിച്ചു വച്ചിരിക്കുന്ന ആയത്തുകളിൽ സുലൈമാൻ അലൈഹിസ്സലാമിനെയാണ്, തുടർന്ന് ദാവൂദ് അലൈഹിസ്സലാമിന്റെ വംശത്തെയാണ് പൊതുവായിട്ട് പരാമർശിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രപരമായ പ്രാധാന്യമുള്ള, അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ദൗത്യം, ആ ദൗത്യവും ദൈവിക ദൗത്യം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യങ്ങളുമൊക്കെയായി ഏറെ ബന്ധമുള്ള വിഷയങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെടുകയും കൈകാര്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദാവൂദ് അലൈഹിസ്സലാമിന് അള്ളാഹു അതിവിശിഷ്ടമായ പല അനുഗ്രഹങ്ങളും നൽകുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരണം തുടങ്ങുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിനുള്ള കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അണിചേരാൻ അള്ളാഹു പർവ്വതങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും ഒക്കെ നിർദ്ദേശം നൽകിയുണ്ടായ കാര്യം പരാമർശിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഇരുമ്പിനെ മൃദുലതയുള്ളതാക്കി കൊടുത്തു അദ്ദേഹത്തിനായിട്ട് എന്നാണ്. ഇരുമ്പ്
ഒരുക്കി പാകപ്പെടുത്തുന്ന ഒരു വിദ്യ അല്ലെങ്കിൽ അതിനുള്ള എളുപ്പ വഴി ദാവൂദ് അലൈഹിസ്ലാമിന് പ്രാപ്യമായ ഒരു സംഗതിയാക്കി അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിനായി അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രയോജനകരമായ ചില സംഗതികൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവ് പകർന്നു കൊടുത്ത കാര്യവും അള്ളാഹു പരാമർശിക്കുകയുണ്ടായി. പടയാളികൾക്ക് ശത്രുക്കളിൽ നിന്ന് അവരുടെ ആയുധങ്ങള് ശരീരത്തിൽ ഏൽക്കാതിരിക്കുന്ന വിധത്തില് സുരക്ഷിതത്വം നൽകുന്ന, ശരീരത്തെ മുഴുവനായിട്ടും ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന വിധത്തിലുള്ള സാബിഗാത്ത്, പടയങ്കികള്, പ്രതിരോധ കവചങ്ങള് നിർമ്മിക്കുവാൻ ഈ മൃദുലമാക്കപ്പെട്ട ഇരുമ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് ദാവൂദ് അലൈഹിസ്സലാമിന് അള്ളാഹു നൽകുകയുണ്ടായത് എന്ന് ഈ വിവരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പടങ്കി നിർമ്മിക്കുമ്പോൾ ഒരു പ്രത്യേക രീതി സ്വീകരിച്ചുകൊണ്ട് അതിന് കണ്ണി കോർക്കപ്പെട്ട വിധത്തിലുള്ള ഒരു രീതി സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമാകും എന്ന കാര്യവും അള്ളാഹു അദ്ദേഹത്തിന് ഒരാശയം എന്നുള്ള നിലക്ക് പകർന്നു നൽകി. വഖദ്ദിർ ഫിസർദ് എന്ന നിർദ്ദേശമാണ് നൽകുകയുണ്ടായത്. എന്നിട്ട് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ദാവൂദ് അലൈഹിസ്സലാമിനോട് അള്ളാഹു അതുപോലെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുയായികളും പടയാളികളും ഒക്കെ ആയിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ആളുകളോടായിട്ട് അള്ളാഹു പറഞ്ഞത്, വഅമലു സ്വാലിഹ, നിങ്ങൾ സൽക്കർമ്മികളായി മാറണം, സുഹൃതം ചെയ്യുന്നവരായിട്ടാണ് നിലകൊള്ളേണ്ടത്. ഈ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഈ ശരീരത്തിന് പ്രത്യേകമായ സുരക്ഷിതത്വം നൽകുന്ന കവചങ്ങളും ഒക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളേണ്ടത് നന്മ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാനോ ആരെയെങ്കിലും ദ്രോഹിക്കാനോ വേണ്ടിയല്ല. സത്യവും നീതിയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ സൽക്കർമ്മികളായി നന്മ ചെയ്യുന്നവരും നീതി നടപ്പിലാക്കുന്നവരും ഒക്കെ ആയിക്കൊണ്ട് നിലകൊള്ളണം. നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കർമ്മത്തെയും സൂക്ഷ്മമായി കണ്ടുകൊണ്ട് നാം ഉണ്ട് എന്നാണ് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായത്. ഈ വിവരണത്തിന് തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു നോക്കാം. വലി സുലൈമാൻ റീഹ, സുലൈമാന് നാം കാറ്റിനെ അധീനപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. നേരത്തെ ദാവൂദ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ പല അനുഗ്രഹങ്ങളും നൽകിയ കാര്യം പറഞ്ഞതിന്റെ വാചകഘടനയിൽ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വിവരണം വരുന്നത്. വലി സുലൈമാന, സുലൈമാന് വേണ്ടി അരീഹ, കാറ്റിനെ, സുലൈമാൻ അലൈഹിസ്സലാമിന് എന്ന് പറഞ്ഞാൽ ദാവൂദ് അലൈഹിസ്സലാമിന്റെ പുത്രൻ, പിന്നീട് ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ അധിപനായ, അതുവരെയുള്ള മനുഷ്യ ചരിത്രത്തിലെ വെച്ച് ഏറ്റവും വലിയ ഒരു രാഷ്ട്രത്തിന്റെ അധിപനും ഭരണാധികാരിയും ഒക്കെയായ സുലൈമാൻ അലൈഹിസ്സലാമിന്, അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടിയായിരുന്നു അദ്ദേഹം. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ജെറുസലം കേന്ദ്രമാക്കിക്കൊണ്ടുള്ള, ഫലസ്തീനിലെ
ജെറുസലം കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ദാറുസലാം എന്നാണ് ശരിക്കും അതിന്റെ പേര്. അറബി റൂട്ട് അങ്ങനെയാണ്. ഒരു ഹീബ്രു ചുവ വരുന്ന വിധത്തിലുള്ള ഉച്ചാരണമാണ് യഥാർത്ഥത്തിൽ ജെറുസലം എന്നത്. ഇന്നലെ പരാമർശിച്ച ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ജനന സ്ഥലം ആയ ബത്ലഹേമും അങ്ങനെ തന്നെയാണ്. അതൊരു ഹീബ്രു ചുവയുള്ള ഒരു ഉച്ചാരണമാണ്. അതില് അറബി ഭാഷയിൽ അതിന്റെ ആ സ്ഥലത്തിന്റെ പേര് ബൈത്തുൽ ലഹം എന്നാണ്. ബൈത്തുൽ ലഹം, ലഹം എന്ന് പറഞ്ഞ മാംസമാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, വീടാണ്. അപ്പൊ മാംസം വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ കശാപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇടം എന്ന നിലക്ക് അറിയപ്പെട്ട ഒരു സ്ഥലം, അതാണ് ബത്ലഹേമായിട്ട്, ബൈത്തുൽ ലഹം എന്നത് ബത്ലഹേമായിട്ടും ദാറുസലാം എന്നത് ജെറുസലേമായിട്ടും ഒക്കെ ഹീബ്രു ഭാഷയിൽ ഉച്ചാരണം വരുമ്പോൾ അതിന് രൂപപരിണാമം സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു സുലൈമാൻ അലൈഹിസ്ലാം എന്ന ദാവൂദ് അലൈഹി ഇസ്ലാമിനെ തുടർന്ന് ചുമതലയേറ്റ, അവരൊരുമിച്ച് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാമിന് ശേഷം ഇസ്രായേൽ രാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ അധിപനായിരുന്ന ആളാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടിയായിരുന്നു. ഇന്നത്തെ ഇസ്രായേലിലുള്ള യഹൂദ സമൂഹത്തെ പോലെ സത്യമോ നീതിയോ പരിഗണിക്കാത്തവരോ ചുമതല നിർവഹിക്കാത്തവരോ മനുഷ്യ സമൂഹത്തിനോട് ഒരു സന്ദേശം അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൗത്യം നിർവഹിക്കാത്തവരോ ഒന്നുമല്ല. സുലൈമാൻ അലൈഹി ഇസ്ലാമും ദാവൂദ് അലൈഹി ഇസ്ലാമും ഒക്കെ അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിച്ചിരുന്ന, അള്ളാഹു വിശേഷിച്ച് ഫദ്ദല്ലാക്കും അലൽ ആലമീൻ എന്ന് തന്നെ വിവരിക്കാൻ ഇടയായ ഒരു സമൂഹമാണ്. ലോകരിൽ വെച്ച് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു ബനു ഇസ്രായേൽ സമൂഹത്തെ ആ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം അവര് അള്ളാഹുവിനോടും ദീനിനോടും ഒക്കെ കാണിച്ച പ്രതിബദ്ധതയും സമൂഹത്തിൽ മുഴുവൻ ആളുകൾക്കും ദൈവിക മാർഗദർശനം പകർന്നു കൊടുക്കാൻ കാണിച്ച താല്പര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. ഇന്നത്തെ പോലെ ദൗത്യം മറന്ന, ആദർശം മറന്നുപോയ നികൃഷ്ടമായ ജീവിത രീതികളോ അല്ലെങ്കിൽ പ്രവർത്തന കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിരുന്നില്ല ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേൽ സമൂഹം. പല എക്സ്ട്രീംസിലും അവരുണ്ടായിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അവര് പ്രവാചകന്മാരോട് ഒത്തുനിന്ന് ഏറ്റവും ഉത്തമമായ ദൗത്യം നിർവഹിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന ആളുകളായിരുന്നു. പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ വളരെ സ്വഭാവദൂഷ്യങ്ങൾ ഏറെ പ്രകടിപ്പിച്ചിരുന്ന, ഏറ്റവും വലിയ അനുസരണക്കേടും ധിക്കാരവും ഒക്കെ കാണിച്ചിരുന്ന ആളുകളായിട്ടും അവർ നിലകൊണ്ടിട്ടുണ്ട്. അവരുടെ സ്വഭാവം ആ വിധത്തില് പലപ്പോഴും അതിന്റെ അടിത്തറ ഇളകിപ്പോയ അവസ്ഥയിൽ ആയിരുന്നു. ചിലപ്പോഴൊക്കെ അവര് നന്മക്കും നീതിക്കും ഒക്കെ വേണ്ടി നിലകൊണ്ടവരുമായിരുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് സൂറത്ത് യൂസുഫില് അള്ളാഹു ഈ ബനു ഇസ്രായേലിന്റെ ആദ്യ തലമുറ എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളുടെ സ്വഭാവപരമായ വൈശിഷ്ട്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കുന്ന, അത് വെളിപ്പെടുത്തുന്ന ചില വസ്തുതകൾ ആ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമുക്ക് കാണാതിരിക്കാൻ വയ്യ. അവരില് 2 എലമെന്റ്സും, നന്മക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയും നിലക്കൊണ്ട, സത്യത്തിനെ പിന്തുണച്ചുകൊണ്ട് നിലക്കൊണ്ട ആളുകളും അതേപോലെ തന്നെ സകല ദുഷ്ടതകളും പേറിക്കൊണ്ട് നടന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരാമർശിക്കുന്നത്, ഈ പേരിനും ഒരു പ്രത്യേകത, സലിമ എന്ന അറബ് റൂട്ടിൽ നിന്നാണ് ഈ സുലൈമാൻ എന്ന വാക്ക് എന്ന പേരൊക്കെ വരുന്നത്. സലീം എന്നതിന്റെ മറ്റൊരു ഫോമാണ്, മറ്റൊരു രൂപമാണ് സുലൈം എന്നത്. ആ സുലൈമിന്റെ വേറൊരു രൂപമാണ് സുലൈമാൻ എന്നത്. അറബി റൂട്ടുള്ള വാക്ക് തന്നെയാണത്. അപ്പൊ വലി സുലൈമാൻ റീഹ, സുലൈമാന്
ക്രൈസ്തവ ലോകത്ത് അല്ലെങ്കിൽ യഹൂദ ലോകത്ത് സോളമൻ എന്നൊക്കെയാണ് അദ്ദേഹം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നുണ്ടാവുക. അദ്ദേഹത്തിന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. വലി സുലൈമാന റീഹ. എന്താണ് ആ കാറ്റിന്റെ പ്രത്യേകത എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വുദുവുഹ ഷഹ്റു. അതിന്റെ ഒരു മോർണിംഗ് കോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ പ്രഭാത സവാരി, ആ കാറ്റിന്റെ രാവിലെയുള്ള അതിന്റെ സഞ്ചാരം അത് ഒരു മാസമാണ്. ഒരു മാസമാണ് അതിന്റെ രാവിലെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത്. ദൂരത്തെക്കുറിച്ചുള്ള അതിന്റെ വർദ്ധിച്ച അളവിലുള്ള ദൂരം കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ കാറ്റ് അതിശക്തമായി അടിച്ചു വീശുന്ന കാറ്റിനെ സുലൈമാൻ അലൈഹിസ്ലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, വിധേയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാറ്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പലതും ചെയ്യാൻ സുലൈമാൻ അലൈഹിസ്ലാമിന് അള്ളാഹു അതിവിശിഷ്ടമായ ഒരു മുഅ്ജിസത്ത് തന്നെ നൽകുകയുണ്ടായി. ഈ കാറ്റിന്റെ പ്രത്യേകത ഉദുവുഹ ഷഹ്റുൻ, അതിന്റെ പ്രഭാത സവാരി, അതിന്റെ രാവിലെയുള്ള ആ വീശൽ, അത് ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും ദൈർഘ്യമുള്ള അകലമുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്ന വിധത്തിലാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ ആ കാറ്റ് അടിച്ച് വീശുമ്പോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനുഷ്യന് സങ്കല്പിക്കാവുന്ന വിധത്തിൽ ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം എത്രയൊക്കെയാണോ അത്രത്തോളമൊക്കെ ആ കാറ്റ് എത്തിച്ചേരും. അത്രയും വിദൂര ദിക്കില്, വിദൂര ലക്ഷ്യങ്ങളില് എത്തുന്ന വേഗതയുള്ള കാറ്റ്. വലി സുലൈമാൻ റീഹ. കാറ്റിനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു, വിധേയപ്പെടുത്തി കൊടുത്തു. ഏത് വിധത്തിലാണ്? ഉദുവുഹ ഷഹ്റു, അതിന്റെ പ്രഭാത സവാരി, അതിന്റെ രാവിലെയുള്ള ആ നീക്കം, ചലനം, അത് ഒരു മാസത്തെ വഴിദൂരം എത്തുന്നതാണ്. ഈ ഒരു മാസത്തെ വഴിദൂരം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചർച്ചയ്ക്ക് അവസരമുള്ള ഒരു പരാമർശമാണ്. ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തിലെ മനുഷ്യന് സാധ്യമായിരുന്ന ഒരു മാസത്തെ വഴിദൂരാണോ സുലൈമാൻ അലൈഹിസ്സലാം സഞ്ചരിച്ച, അല്ലെങ്കിൽ ആ കാറ്റ് അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ട കാലത്ത് മനുഷ്യന് സാധ്യമായിരുന്ന യാത്രയുടെ വേഗതയിലുള്ള ഒരു മാസത്തെ വഴിദൂരമാണോ, അതല്ല ഇതിപ്പോ വായിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മാസത്തെ വഴിദൂരമാണോ എന്നൊക്കെ നമുക്ക് ഇത് സംബന്ധമായിട്ടുള്ള ആലോചന നടത്താവുന്നതാണ്. അള്ളാഹു അത് വളരെ വ്യംഗ്യമായിട്ടാണ് വിട്ടിരിക്കുന്നത്. ഒരു മാസം കൊണ്ട് യാത്ര ചെയ്തെത്താവുന്ന ദിശയിൽ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലാണ്, അത്രത്തോളം അകലമുള്ള ലക്ഷ്യത്തിലാണ് ആ കാറ്റ് അതിന്റെ പ്രഭാത സവാരിയിൽ എത്തിച്ചേരുന്നത്. അപ്പോ തുടർന്ന് പറയുന്നത് വറവാഹുഹ ഷഹ്റുൻ എന്നാണ്. അതിന്റെ സായാഹ്ന സഞ്ചാരം, റവാഹ് എന്ന് പറഞ്ഞാൽ ലഹീറത്തിന് ശേഷം അസ്ർ മുതൽ സന്ധ്യ വരെ, മഗ്രിബ് വരെയുള്ള സമയത്ത് നടത്തുന്ന യാത്രയാണ്. പലപ്പോഴും അത് മടക്ക യാത്രയാണ്. ഇവിടെ അതിന്റെ ദൈർഘ്യം കാണിക്കാൻ, യാത്ര ദൈർഘ്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ വിവരണം നൽകുന്നത്. അപ്പൊ അതിന്റെ സായാഹ്ന സഞ്ചാരം ഒരു മാസത്തെ വഴിദൂരമുള്ള അത്രയും അകലത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ പോയി ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്നിടത്തെത്തി, അത്രയും തന്നെ വീണ്ടും തിരിച്ച് യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തുന്ന വിധത്തില് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ അതിവിദൂരമായ ലക്ഷ്യങ്ങളിൽ പോയി കാര്യങ്ങൾ സാധിച്ച് തിരിച്ചെത്താൻ കഴിയുന്ന വിധത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. യാത്രയുടെ ദൈർഘ്യം അല്ലെങ്കിൽ വേഗത എന്നതൊക്കെ കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിലായിട്ട് മനുഷ്യന്റെ സകല സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും കടത്തി വെട്ടുന്ന വിധത്തില് വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ
ഉണ്ടായിട്ടുള്ള ഒരു രംഗമാണ്. ഒരു 3-4 ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സുലൈമാൻ അലൈഹിസ്സലാമിന് ഈ വിധത്തിൽ ഇന്നും മനുഷ്യന് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന അത്രയും വേഗത്തിലൊക്കെയുള്ള യാത്ര സാധിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് കാറ്റിനെ വിധേയപ്പെടുത്തി കൊടുത്തിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഭൗമോപരിതലം വിട്ട് നമ്മള് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ അത് വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള യാത്ര അത് കരയിലായാലും കടലിലോ വെള്ളത്തിലോ ഒക്കെ ആയാലും അതുപോലെ വായുവിലൂടെ ഉള്ളതായാലും അതിന് നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു വേഗതയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേഗത കൈവരിക്കുക എന്നത് എളുപ്പമല്ല. അതിനുള്ള സംവിധാനം ചെയ്യുമ്പോൾ പല മാറ്റങ്ങളും നമ്മുടെ സംവിധാനങ്ങൾക്ക് വേണ്ടി വരും. നമ്മുടെ വാഹനത്തിനും അതിനുള്ള ഇന്ധനത്തിനും അതിനുള്ള സജ്ജീകരണങ്ങൾക്കൊക്കെ വേണ്ടി വരും. അപ്പോ ഭൂമിയുടെ ഉപരിതലത്തിലായുള്ള ഈ യാത്ര ഇവിടെ സുലൈമാൻ അലൈഹിസ്സലാം കാറ്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിദൂര ലക്ഷ്യങ്ങളിലേക്ക് നടത്തിയിരുന്ന യാത്രകൾ അദ്ദേഹത്തിന് ആ വിധത്തിൽ കാറ്റിനെ വിധേയപ്പെടുത്തി കൊടുത്തു എന്നതാണ് അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന. അതും ഒരു ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രയുടെ ഒരു പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ ആയിരിക്കും അത്. ആ കാലം നമുക്ക് സങ്കല്പിക്കാവുന്ന വിധത്തില് ഒരു പക്ഷെ കുതിരവണ്ടികളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അല്ലാത്ത യന്ത്രവൽകൃതമായ യാത്രാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്താണ് സുലൈമാൻ അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നാം കാറ്റിനെ വിധേയപ്പെടുത്തി കൊടുത്തു. അതിന്റെ പ്രഭാത സഞ്ചാരം 1 മാസം യാത്രാദൈർഘ്യം വരുന്ന ലക്ഷ്യത്തില് എത്തുവോളമാണ്. അതിന്റെ സായാഹ്ന സഞ്ചാരവും അതുപോലെ തന്നെ 1 മാസത്തെ വഴിദൂരം വരുന്ന വിധത്തിലുള്ളതാണ്. വഅസൽന ലഹു ഐനൽ ഖിത്ർ, അതുപോലെ അദ്ദേഹത്തിന് ഉരുകിയ ചെമ്പിന്റെ ദ്രാവക രൂപത്തിലുള്ള ചെമ്പിന്റെ ഒരു സ്രോതസ്, ഒരു ഐൻ, ഒരു തടാകം തന്നെ നാം അദ്ദേഹത്തിന് ഒഴുക്കി കൊടുത്തു എന്നാണ് അള്ളാഹു പറയുന്നത്. ഭൂമിയുടെ അന്തർഭാഗത്ത് പലയിടങ്ങളിലും നമുക്ക് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ കാണുന്ന ഇരുമ്പും അതുപോലെ കോപ്പറും ഒക്കെ തന്നെ ദ്രാവക രൂപത്തില് ഉരുകി നിൽക്കുന്ന രൂപത്തില് നിലകൊള്ളുന്നു എന്നത് നമുക്ക് ജിയോളജിയുടെ പല പരാമർശങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയുടെ അന്തർഭാഗത്ത് തപിച്ചുകൊണ്ടിരിക്കുന്ന ലോഹങ്ങൾ, ഇരുമ്പായാലും കോപ്പറായാലും ഒക്കെ തന്നെ അതുപോലെയുള്ള ലോഹങ്ങളൊക്കെ അതിന്റെ ഉരുകി ദ്രവിച്ച അവസ്ഥയിൽ, അതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഭൂമിയുടെ അന്തർഭാഗത്ത് നിലകൊള്ളുന്നു എന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് സുലൈമാൻ അലൈഹിസ്സലാമിന് ചെമ്പിന്റെ ഉരുകിയ ചെമ്പിന്റെ ഒരു ഐൻ, ഒരു സ്രോതസ് തന്നെ, ഒരു റിസർവ് തന്നെ, ഒരു തടാകം പോലെയുള്ള ഒരു സ്രോതസ് തന്നെ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ആവശ്യത്തിനായിട്ട് അള്ളാഹു ഒഴുക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോ ഭൂഗർഭത്തിലുള്ള ഇത്തരം മോൾട്ടൺ മെറ്റൽസിന്റെ എവിടെയോ ഭൂമിയുടെ ഏതോ ഒരു പ്രത്യേക ഭാഗത്ത് അത് ഒഴുക്കുള്ളതായിട്ട് കണ്ടെത്താനും അത് പ്രയോജനപ്പെടുത്താനും സുലൈമാൻ അലൈഹിസ്സലാമിന് സാധിച്ചു എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. പഴയകാലത്ത് ചെമ്പുകൊണ്ടുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ അന്ന് വളരെ കൂടുതൽ പ്രചാരത്തിൽ വന്നിരുന്നു.
അതൊക്കെ തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് പ്രയോജനപ്പെടുത്താൻ പറ്റിയിരുന്നു എന്നൊക്കെയുള്ള വിധത്തിൽ ഇതിനെ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ജിന്നുകളുടെ സേവനം ലഭ്യമാക്കിയിരുന്നതിനാൽ സമുദ്രത്തിന്റെ അടിത്തട്ടില് എവിടെയോ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉരുകി ഒഴുകുന്ന ചെമ്പ്, അതിന്റെ ദ്രാവക രൂപത്തിലുള്ള കോപ്പർ, അത് കളക്ട് ചെയ്യാനും പ്രയോജനപ്പെടുത്താനും പറ്റുന്ന വിധത്തില് ഈ ജിന്നുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ അതിന്റെ സ്രോതസ് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. വാസൽന ലഹു ഐനൽ ഖിത്ർ. ഐൻ എന്ന് പറഞ്ഞ തടാകം എന്നൊക്കെയാണ് അർത്ഥം. ഖിത്ർ എന്ന് പറഞ്ഞ ഉരുകിയ ചെമ്പ്. ചെമ്പിന്റെ മോൾട്ടൺ കോപ്പറാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ അത് നാം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഒഴുക്കുള്ളതാക്കി കൊടുത്തു, അത് അദ്ദേഹത്തിനായിട്ട് നാം ഒഴുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ചെമ്പ് ഉരുക്കിയത് പ്രയോജനപ്പെടുത്തി പലതും നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരു സാധ്യത തുറന്നു കൊടുത്തു എന്നാണ് അത് നൽകുന്ന സൂചന. ഒരുപക്ഷെ ചെമ്പ് അത്രത്തോളം വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ അല്ലെങ്കിൽ സൈനിക ആവശ്യത്തിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് അതിന്റെ സ്രോതസ്സുകൾ കണ്ടെത്തുകയോ ഉപയോഗപ്പെടുത്തുകയോ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവാൻ ഇടയില്ല. ആ ഘട്ടത്തിൽ എത്രത്തോളം ഒന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ പൗരാണികമായ കാലത്ത് തന്നെ ചെമ്പിന്റെ ഉപയോഗമൊക്കെ മനുഷ്യര് ആർജിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്രോതസ്സും അത് ചെമ്പ് ഉരുക്കി ദ്രാവക രൂപത്തിലാക്കിയിട്ട് അത് ഉപയോഗപ്പെടുത്തി പലതും മൗൾഡ് ചെയ്തുണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു സൗകര്യവും സാങ്കേതിക വിദ്യയും ഒന്നും അത്ര ഫലപ്രദമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായാലും അള്ളാഹു അതിന്റെ വലിയ സാധ്യത സുലൈമാൻ അലൈഹി ഇസ്ലാമിന് തുറന്നു കൊടുക്കുകയുണ്ടായി. വമിനൽ ജിന്നി, അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തില് മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നിഹി, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിട്ട്, അദ്ദേഹത്തിന്റെ സന്നിധിയിലായിട്ട്, ബിഇദ്നി റബ്ബിഹി, അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി ജിന്നുകൾ പലതും പല സേവനങ്ങളും ചെയ്യാൻ അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അവയെ വിധേയപ്പെടുത്തി കൊടുത്തു. സാധാരണഗതിയിൽ ജിന്നുകള് നമുക്ക് അദൃശ്യരാണ്. ജിന്നുകളുടെ സേവനം നമുക്ക് ആവശ്യപ്പെട്ടാൽ എന്ന് കിട്ടുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. ജിന്നുകളുമായുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ എളുപ്പമായ ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തില് പല അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്ത കൂട്ടത്തിൽ ജിന്നുകളുടെ, അദൃശ്യ ജീവികളായ ജിന്നുകളുടെ സേവനവും സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിനായിട്ട് പലതും നിർമ്മിച്ചു കൊടുക്കുന്നവരായി, സേവന സന്നദ്ധരായി, സജ്ജരായി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് നിലക്കൊള്ളുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി, അദ്ദേഹത്തിന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടിയാണ് ജിന്നുകള് അദ്ദേഹത്തിന്റെ സന്നിധിയിൽ സേവന സന്നദ്ധരായി ഒരുങ്ങി നിൽക്കുകയുണ്ടായത്. എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? അത് പിന്നീട് പറയുന്നുണ്ട്. വമൻ യസഗ് മിൻഹും, ആരെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, ധിക്കരിക്കുന്നു എങ്കിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന പാലിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കാൻ കൂട്ടാക്കാതെ ആരെങ്കിലും അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിക്കാതെ ജിന്നുകളിൽ ആരെങ്കിലും കൽപ്പന ലംഘിക്കുന്നുവെങ്കിൽ, സാധാരണഗതിയിൽ ജിന്നുകൾ അങ്ങനെ മനുഷ്യന് വഴിപ്പെട്ട്
കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടരല്ല. പക്ഷെ അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം അവർക്കത് ചെയ്യൽ അനിവാര്യമായിട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ കൽപ്പിക്കപ്പെട്ടതിന് ശേഷവും അത് ചെയ്യാൻ കൂട്ടാക്കാതെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും നിലകൊള്ളുന്നുവെങ്കിൽ വമൻ യസഗ മിൻഹും അൻ അംരിന, നമ്മുടെ കൽപ്പനയെ പാലിക്കാതെ അത് ലംഘിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരെങ്കിലും നിലകൊള്ളുന്നുവെങ്കിൽ നുദിഖുഹു മിൻ അദാബി സഈർ, അങ്ങനെയുള്ള ഒരുത്തന് നാം കരിച്ചു കളയുന്ന ശിക്ഷയാണ് നൽകുക എന്നാണ്, ആസ്വദിപ്പിക്കുക എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. ജിന്നുകൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലെങ്കിൽ ജിന്നുകൾക്ക് അള്ളാഹു അതികഠിനമായ ശിക്ഷ നൽകും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. നുദിഖുഹു മിൻ അദാബി സഈർ, സഈറിലെ കരിച്ചു കളയുന്ന നരകത്തിലെ ശിക്ഷ നാം അവർക്ക് ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ജിന്നുകള് യഅ്മലൂന ലഹു മാ യശാ, അദ്ദേഹം ഉദ്ദേശിച്ച സംഗതികളൊക്കെ അദ്ദേഹത്തിനായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാം വലിയ സാങ്കേതിക വിദ്യാ രംഗത്തും നാഗരികതയുടെ പല രംഗങ്ങളിലും ഒക്കെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ആളാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും ഭരണാധികാരിയും അന്ന് അറിയപ്പെടുന്ന ലോകത്തെ അറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ ഒക്കെ മേൽ നിയന്ത്രണമുണ്ടായിരുന്ന അധിപനും ചക്രവർത്തിയും ഒക്കെ ആയിരുന്നെങ്കിലും സുലൈമാൻ അലൈഹി ഇസ്ലാം വേറെ പല രംഗങ്ങളിലും വലിയ മികവ് കാണിക്കുകയുണ്ടായിട്ടുണ്ട്, ഈ പദവിയിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ. അപ്പൊ അദ്ദേഹത്തിനായിട്ട് ജിന്നുകളുടെ സേവനം അള്ളാഹു ലഭ്യമാക്കിയിരുന്നു. അവര് യഅ്മലൂന ലഹു മാ യശാ, അദ്ദേഹം ഉദ്ദേശിക്കുന്നതൊക്കെയും അദ്ദേഹത്തിന് വേണ്ടി ഈ ജിന്നുകൾ നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. എന്തൊക്കെയാണത്? മിൻ മഹാരീബ, ഒന്നാമത് പറയുന്ന അതാണ്, ഉന്നത സൗധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന മിഹ്റാബുകൾ, മുറികൾ, മണിമാളികകൾ എന്നൊക്കെ പറയാം. വലിയ ആകർഷകമായ ഭവനങ്ങള്, അല്ലെങ്കിൽ പ്രാർത്ഥനയിലും ആരാധനയിലുമായിട്ട് കഴിയാൻ പറ്റുന്ന വിധത്തില് സജ്ജീകരിക്കപ്പെട്ട അറകള്, അങ്ങനെയുള്ള സൗധങ്ങൾ, വലിയ ഉയർന്ന ഭവനങ്ങൾ, വീടുകളൊക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി ജിന്നുകൾ നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. യഅ്മലൂന ലഹു മാ യശാ മിൻ മഹാരീബ്, മഹാരീബ് എന്ന് പറഞ്ഞാൽ മിഹ്റാബിന്റെ ബഹുവചനാണ്. മിഹ്റാബ് അറിയാലോ, മറിയം റളിയല്ലാഹു അൻഹയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ഉയർന്ന വിധത്തിൽ നിർമ്മിക്കപ്പെട്ട ആരാധനാ മുറികൾക്കാണ് അവിടെ ആ പദം ഉപയോഗിക്കുന്നത്. ഇവിടെ അത് സൗധങ്ങളാവാം, എടുപ്പുകളാവാം, അതുപോലെ ഗോപുരങ്ങൾ പോലെയുള്ള കെട്ടിടങ്ങളൊക്കെ ആവാം. അപ്പൊ അങ്ങനെയുള്ള മഹാരീബ്, മിഹ്റാബുകള് സുലൈമാൻ അലൈഹി ഇസ്ലാമിനായിട്ട് അവർ നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ തമാസീല എന്ന് പറഞ്ഞ പ്രതിമകള്, രൂപങ്ങള്, മാതൃകകള് എന്നൊക്കെയാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. തിംസാൽ എന്നതിന്റെ ബഹുവചനാണ് തമാസീൽ എന്നത്. തിംസാൽ എന്ന് പറഞ്ഞാൽ പ്രതിമ, എഫിജിന്നോ സ്റ്റാച്യു എന്നൊക്കെ പറയുന്നത് അറബി ഭാഷയിൽ ഈ വാക്ക് തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അതിന്റെ റൂട്ട് ഭാഷാപരമായ അതിന്റെ റൂട്ട് മസല് എന്നൊക്കെ ഉള്ളതാണ്. മോഡൽ എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നിട്ടുള്ളത് ഈ മസൽ എന്ന റൂട്ട് നിന്നാണ്. അപ്പൊ തമാസീലുകള് എന്ന് പറഞ്ഞാൽ മാതൃകയായിട്ടുള്ളത്, പലതിന്റെയും മാതൃകകൾ. ഇപ്പൊ നമുക്ക് ആർക്കിടെക്ചറും അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ വീട് നിർമ്മിക്കുമ്പോൾ, പട്ടണം ആസൂത്രണം ചെയ്യുമ്പോൾ, ഒരു സർവകലാശാലയോ കോളേജോ വിദ്യാഭ്യാസ സ്ഥാപനമോ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതില് ആദ്യം അതിന്റെ ഒരു മാതൃക അവര് ഡിജിറ്റലായിട്ട്, അല്ലെങ്കിൽ പഴയകാലത്ത് ഒരു തെർമോക്കോളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാതൃക നിർമ്മിക്കുകയായിരുന്നു. ഇപ്പോ ഡിജിറ്റൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മോഡൽ നിർമ്മിക്കുക എന്നത്
ഇന്ന് ആർക്കിടെക്റ്റുകളും സിവിൽ എഞ്ചിനീയേഴ്സും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ അത് ആനിമേറ്റഡ് ആയിട്ടും അവർ ചെയ്യാറുണ്ട്. അതിന്റെ അകത്തൂടൊക്കെ ഒരാൾക്ക് ഒരു രൂപത്തിന് അങ്ങനെ കയറി നടന്ന് കാണാനൊക്കെ പറ്റുന്ന വിധത്തില് അവരത് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വിൻഡോ അവിടെ ആയത് ശരിയായില്ല, കതക് ഇവിടെ കൊടുക്കേണ്ടിയിരുന്നു എന്ന പോലെയുള്ള പല തോന്നലുകളും നമുക്കുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളതൊക്കെ ഫുൾ പ്രൂഫ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഏറ്റവും ഒരു അബദ്ധരഹിതമായ വിധത്തില് ഒരു സംഗതിയെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയാണിത്. നേരത്തെ നമ്മൾ അതിന്റെ അകത്തൂടെ ഒന്ന് കയറി നടന്നൊക്കെ നോക്കുന്ന വിധത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഇന്നുണ്ട്. ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത് ഈ ജിന്നുകള് അദ്ദേഹത്തിനായിട്ട് തമാസീലുകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നാണ്. പഴയകാലത്ത് മുഫസ്സിറുകളിൽ ചിലരൊക്കെ അതിനെ ഈ പ്രതിമകള് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന നിലക്ക് മനസ്സിലാക്കി വെച്ചത് വിവരിക്കപ്പെടുന്ന കാണാൻ കഴിയും. പ്രതിമകൾ ഉണ്ടാക്കുന്നത് മനുഷ്യരുടേതായാലും മൃഗങ്ങളുടേതായാലും പക്ഷികളുടേതായാലും അതിനൊക്കെ ഇസ്ലാമില് വലിയ വിലക്കുള്ളത് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശക്തമായ ഭാഷയിൽ അതിനെ അത്തരം കലാരൂപങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പലതിനെയും ഇസ്ലാം വിലക്കിയിട്ടുള്ളത് കാണാം. അതിന് ആ കാലഘട്ടത്തിലെ പല ശീലങ്ങളും ഒരു കാരണമായിട്ടും ഉണ്ടാവും. നമ്മുടെ കാലഘട്ടത്തിലും അത്തരം ശീലങ്ങൾ ലോകത്ത് പലയിടത്തും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അതിനൊന്നും പ്രശ്നമില്ല എന്ന് സങ്കല്പിക്കുന്നതിന് പോലും വലിയ അർത്ഥമൊന്നുമില്ല. ചിലയിടങ്ങളിൽ അത്തരം ബഹുദൈവത്വം അല്ലെങ്കിൽ വിഗ്രഹ ആരാധന പോലെയുള്ള സംഗതികളൊക്കെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ വേറെ ചിലയിടങ്ങളിൽ അത് വളരെ വലിയ വിധത്തിൽ വേരോട്ടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി ഈ ജിന്നുകള് പല വിധത്തിലുള്ള സംഗതികളും നിർമ്മിച്ചു നൽകിയിരുന്നു. ഒന്നിവിടെ പറയുന്നത് മഹാരീബാണ്, എടുപ്പുകളാണ്. ഗോപുരങ്ങളോ അല്ലെങ്കിൽ മണിമാളികകളോ ഭവനങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന ആരാധനാമുറികളോ ഒക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ വലിയ താമസിക്കാൻ വേണ്ട വലിയ ഭവനങ്ങൾ, ആകർഷക ഭവനങ്ങൾ എന്നൊക്കെ കരുതാം. ഇതില് മഹാരീബ് എന്നതിന്റെ സൂചന ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തമാസീലാണ് പിന്നെ ഈ പ്രതിമകൾ എന്നൊക്കെയുള്ള വിധത്തില് വിലയിരുത്തപ്പെടുന്നതായിട്ട് ഞാൻ സൂചിപ്പിച്ചത്. അത് യഥാർത്ഥത്തില് ഒരു സൂക്ഷ്മത ഇല്ലാത്തൊരു വിവരണമായിട്ടാണ് പല പ്രമുഖ മുഫസ്സിറുകളും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ദൃശ്യങ്ങളാവാം, ചിത്രങ്ങള്, അതുപോലെ ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത, കാരണം ഈ പ്രതിമകൾ ഉണ്ടാക്കുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിനും വിലക്കുള്ളതായിരുന്നു. തൗറാത്തില് കൃത്യമായ നിർദ്ദേശങ്ങൾ അത് സംബന്ധമായിട്ടുള്ളത് ഇന്നും കാണാൻ സാധിക്കും. ഈസ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ചാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമും ദാവൂദ് അലൈഹി ഇസ്ലാമും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നത് എന്നതും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഈ പ്രതിമകൾ ഉണ്ടാക്കുക എന്നത് അള്ളാഹു സൗകര്യപ്പെടുത്തിക്കൊണ്ട് ജിന്നുകളെ വിധേയപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് ആ നിലക്ക് മനസ്സിലാക്കുന്നതിൽ ഒരു പിഴവുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ വതമാസീല, അതുപോലെ ഈ ജിന്നുകള് അദ്ദേഹത്തിന് നിർമ്മിച്ചു കൊടുത്തിരുന്ന വേറെ ചിലത് വജിഫാനിൻ കൽ ജവാബ് എന്നാണ്. വലിയ തടാകം പോലെയുള്ള താലങ്ങളാണ്. ഭക്ഷണം ധാരാളമായിട്ട് വിളമ്പി വെച്ച് ഒരുപാട് പേർക്ക് ചുറ്റും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്രയും വലിയ ജിഫാനാണ്. ജിഫാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള വലിയ താലങ്ങളാണ്.
എന്ന് പറഞ്ഞാൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ആയിരക്കണക്കിന് അതിഥികൾ ഉണ്ടായിരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നും അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം അവർക്ക് വിളമ്പിക്കൊടുക്കാൻ വളരെ വലിയ ലോഹം കൊണ്ടുള്ള പാത്രങ്ങൾ ആവശ്യമുണ്ടായിരുന്നു എന്നതും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ജിന്നുകൾ അങ്ങനെയുള്ള വലിയ താലങ്ങൾ വജിഫാനിൻ കൽ ജവാബ്, വലിയ തടാക സമാനമായ താലങ്ങൾ നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്നതാണ് ഇവിടെ നൽകുന്ന സൂചന. അതുപോലെ വേറെ ഒന്ന് വഖുദൂരിൻ റാസിയാത്തിൻ, ഉറച്ചു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള വലിയ കലം, ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രമാണല്ലോ കലം. മറ്റത് ഈ ജിഫാൻ എന്ന് പറയുന്ന ഭക്ഷണം വിളമ്പിക്കൊടുക്കാനുള്ള പാത്രമാണ്. അപ്പൊ ഖുദൂർ അത് റാസിയാത്തായിട്ടുള്ളത്, ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിട്ട് വെച്ചതാണത്. അത് എടുത്തു മാറ്റി വെക്കുക ഒന്നും സാധിക്കാത്ത വിധത്തില് ആയിരക്കണക്കിന് ആളുകൾക്ക് അതിലേറെ ഒക്കെ വരുന്ന വലിയ എണ്ണം ആളുകൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ ഒരിടത്ത് ഫിക്സ്ഡ് ആയിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള തരം കലങ്ങൾ അദ്ദേഹത്തിന് ജിന്നുകള് ഉണ്ടാക്കി കൊടുത്തിരുന്നു. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് എഅ്മലു ആല ദാവൂദ് ശുക്ര, ദാവൂദ് വംശമേ നിങ്ങൾ നന്ദിയുള്ളവരായിക്കൊണ്ട് പ്രവർത്തിക്കുക, അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നവരായിക്കൊണ്ട് വേണം നിങ്ങൾ പ്രവർത്തന രംഗത്ത് ഉണ്ടാവാൻ എന്നാണ് നിർദ്ദേശം. എഅ്മലു ആല ദാവൂദ ശുക്ര, ദാവൂദിന്റെ വംശമേ നിങ്ങൾ ശുക്ർ കാണിക്കുന്നവരായിക്കൊണ്ട് പ്രവർത്തന രംഗത്തുണ്ടാവുക, അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് വഖലീലും മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ, അടിമകളുടെ കൂട്ടത്തിൽ, എൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ വളരെ പരിമിതമായ എണ്ണം ആളുകൾ മാത്രമേ കൃതജ്ഞതയുള്ളവരായിട്ടുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്ന ഒരു കാര്യം. അള്ളാഹുവിന്റെ ഇബാദുകളിൽ ശുക്ർ കാണിക്കുന്ന പ്രകൃതം പ്രകടിപ്പിക്കുന്നത് വളരെ പരിമിതമായ എണ്ണം ആളുകൾ മാത്രമാണ് എന്നാണ് ഈ വാചകത്തെ അല്ലെങ്കിൽ ഈ വിവരണത്തെ ഉപസംഹരിക്കുന്ന വിധത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദാംശങ്ങളൊക്കെ, പ്രത്യേകിച്ച് തിംസാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധിക്കുന്നിടത്തോളം നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് സൂചിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.